ഹായ് ഹെൽഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു യൂസ് ഓൺ ട്യൂഷൻ. അപ്പോൾ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ സോഷ്യലിലെ ജോഗ്രഫി. അതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് A+ സ്ട്രാറ്റജി ഫ്ലോ ചാർട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഇവിടെ നമുക്ക് ഹൈ പ്രയോറിറ്റി, മീഡിയം പ്രയോറിറ്റി ആൻഡ് ലോ പ്രയോറിറ്റി എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ജോഗ്രഫിത്തെ ചാപ്റ്റേഴ്സ് മൊത്തം തരത്തിരുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായി നോക്കാം. ഒന്നാമത്തെയാണ് ഹൈ പ്രയോറിറ്റി വരെ നമുക്ക് നോക്കാം അല്ലേ. ഹൈ പ്രയോറിറ്റിയിൽ നമുക്ക് ചാപ്റ്റർ 1 ഉണ്ട്, വെതർ ആൻഡ് ക്ലൈമറ്റ് എന്നുള്ള ചാപ്റ്റർ ആണ്. ഇവിടെ നമുക്ക് വെയിറ്റേജ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് 4 to 5 മാർക്ക് വരെയാണ്. ഇവിടെ മെയിനായിട്ട് ഡയഗ്രാം ബേസ്ഡ് ആയിട്ടുള്ള ആൻസേഴ്സ് കൊടുക്കുന്നതായിരിക്കും എളുപ്പം, അല്ലെങ്കിൽ അതുപോലത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുക. ഇനി ഇവിടെ നമുക്ക് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഫാക്ടേഴ്സ്. അപ്പോൾ നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള പ്രഷറിന്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, പിന്നെ പ്ലാനറ്ററി വിൻഡ്സ്, ലോക്കൽ വിൻഡ്സ്, അതൊക്കെ എന്ത് ചെയ്യാൻ നല്ലപോലെ പഠിക്കാം. ഇത് A+ സ്ട്രാറ്റജി ടോപ്പിക്കുകൾ മാത്രമാണ്. ബാക്കിയുള്ള ഒരു എക്സ്ട്രാ പ്രഡിക്ഷൻ വീഡിയോ വേറെ വരുന്നുണ്ട് കേട്ടോ. ഇനി ഇവിടെ നമുക്ക് ചാപ്റ്റർ 3 ആണ് ഹൈ പ്രയോറിറ്റിയിൽ പിന്നിട്ടുള്ളത്. ഫ്രം ദ റെയിനി ഫോറസ്റ്റ് ടു ദ ലാൻഡ് ഓഫ് പെർമഫ്രോസ്റ്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ. ഇവിടെ നമുക്ക് 5 മാർക്കിനോടാണ് വരിക. അതായത് ഒന്നില്ലെങ്കിൽ കമ്പാരിസൺ ടേബിൾ വരും, അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക്ക് നന്നായിട്ട് വരും. ഒന്ന് ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് ഫീച്ചേഴ്സ് ആണ്, ഹോട്ട് ഡെസേർട്ട്, അതേപോലെ ടുണ്ട്ര റീജിയനെ കുറിച്ചാണ് ഇവിടെ ചോദിക്കുക. ഇനി 5ാമത്തെ ചാപ്റ്റർ മണി ആൻഡ് എക്കണോമി. ഇവിടെ മെയിനായിട്ട് 4 to 5 മാർക്ക് വരെയാണ്. ഫങ്ഷൻസ് ഓഫ് RBI, അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഇമ്പോർട്ടന്റ് കമേഴ്ഷ്യൽ ബാങ്ക്സ്, ഡെപ്പോസിറ്റ്, കോർ ബാങ്കിങ്, ATM ബാങ്കിങ്, അതൊക്കെ എന്ത് ചെയ്യുക നല്ലപോലെ നോക്കാം. ഇനി നമ്മൾ അടുത്തേക്ക് പോകുമ്പോൾ മീഡിയം പ്രയോറിറ്റി ആണ്. ഇവിടെയാണ് ചാപ്റ്റർ 2 വരുന്നത്. എന്താണ് ചാപ്റ്റർ 2? ക്ലൈമാറ്റിക് റീജിയൻസ് ആൻഡ് ക്ലൈമാറ്റിക് ചേഞ്ചസ് എന്നുള്ള ചാപ്റ്റർ ആണ്. ഇവിടെ വെയിറ്റേജ് വന്നിട്ട് മീഡിയം ആണ്, എന്നാലും 3 to 4 മാർക്ക് വരെ. ഗ്ലോബൽ വാർമിംഗ് ആണ് ഇവിടെ മെയിനായിട്ടും കൊടുത്തിട്ടുള്ളത്. ഇനി 6ാം ചാപ്റ്ററിൽ ദ ചേഞ്ചിങ് എർത്ത്. ഇവിടെ നമുക്ക് 3 to 4 വരെ എക്സ്പെക്ട് ചെയ്യാം. പ്ലേറ്റ് ടെക്ടോണിക്സ് ബൗണ്ടറീസ്, ലാൻഡ് ഫോം ബൈ റിവേഴ്സ് അല്ലെങ്കിൽ ഗ്ലേസിയേഴ്സ്. ഇനി നമുക്ക് 7ാം ചാപ്റ്ററിലേക്ക് വരുമ്പോൾ ഇന്ത്യൻ എക്കണോമിക് ഗ്രോത്ത് ആൻഡ് ട്രാൻസ്ഫോർമേഷൻ ടുവേർഡ്സ് സസ്റ്റൈനബിലിറ്റി അല്ലേ. ഇവിടെ മെയിനായിട്ട് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിനെ കുറിച്ച് ചോദിക്കാൻ ചാൻസ് ഉള്ളൂ. ഇനി 4ാം ചാപ്റ്റർ, അതായത് നമുക്ക് ഇവിടെ ലോ പ്രയോറിറ്റിയിലാണ് 4ാം ചാപ്റ്റർ ഉള്ളത് അല്ലേ. എന്താണ് ലോ വെയിറ്റേജ് ആണ്. ഇവിടെ കൺസ്യൂമർ കോഡ്സിനെ കുറിച്ചായിരിക്കും ചോദിക്കുകയാണെങ്കിൽ ചാൻസ് ഉള്ളത്. ഇത് ജസ്റ്റ് ഈ ടോപ്പിക്ക് മാത്രമാണ്. കറക്റ്റ് എക്സാം പക്ക പ്രഡിക്ഷൻ വീഡിയോ വേറെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എക്സാം ഈസി ആവട്ടെ. നമ്മുടെ കമന്റ് ബോക്സിൽ നമ്മുടെ വാട്സപ്പ് ചാനലിൽ ലിങ്ക് ഉണ്ട്, അതെല്ലാവരും ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. ഓക്കെ ഡിയേഴ്സ്, ബൈ.